ഏറെക്കാലം സിനിമയിലെ ഗ്ലാമർ മുഖമായിരുന്ന ഒരു താരം ഇതാ ഇവിടെ തെരുവ് സർക്കസുകാരിയുടെ വേഷമണിയുന്നു. സിനിമയ്ക്ക് വേണ്ടിയുള്ള വേഷപ്പകർച്ചയല്ലിത്. ഇത് വെള്ളിത്തിരയിലെ താരറാണിയുടെ പുതിയ ജീവിത വേഷം. ശിവന്തമൺ രാധിക എന്ന പ്രശസ്തയായ സിനിമാ താരം ഇപ്പോൾ മാജിക് രാധികയാണ്. മാജിക്കാണ് രാധികയുടെ ഇപ്പോഴത്തെ ജീവിതമാർഗം. ജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയല്ല, ജീവിക്കാൻ കൂടി വേണ്ടിയാണ് മാജിക് പ്രകടനങ്ങൾ. ഞാൻ ജനിച്ചത് ഇവിടെ தான் ചെന്നൈയിൽ. എൻ്റെ അച്ഛൻ ഫ്രം കോട്ടയം, അമ്മാവും കോട്ടയം. நான் சிஸ்டர் எல்லாம் ஜனிச்சது கோட்டயத்தில். நான் ஜனிச்சது இவ்வளோ தான். குறைச்சி தான் மலையாளம் பேசுவேன், தமிழ் நல்லா பேசுவேன். நான் ஐ ஸ்டடீடு இங்கே தான் குட் ஷெப்பர்ட் கான்வென்ட்டில் தான் படித்தேன். ഇവിടെ പഠിച്ചു ഞാൻ. പിന്നെ നല്ല വലിയ മാസ്റ്ററിടും ഡാൻസ് പഠിച്ചു. പിന്നെ ഹീരാലാൽ എൻ്റെ ഗുരുവാ, ലക്ഷ്മീനാരായൺ എൻ്റെ ഗുരു, ഗോപികൃഷ്ണ ഫ്രം ബോംബെ അവർ എൻ്റെ ഗുരു. അവരുടെ എല്ലാവരുടെയും ഡാൻസ് പഠിച്ചു. അപ്പോൾ എനിക്ക് ഒരു വലിയ ഇഷ്ടം என்னென்னா സിനിമയിൽ അഭിനയിക്കണം. സോ എൻ്റെ അച്ഛനടുത്തിൽ ഞാൻ പറഞ്ഞു, അതുമാതിരി ഞാൻ സിനിമയിൽ അഭിനയിക്കണം ഡാഡി. അപ്പോൾ ഡാഡി പറഞ്ഞു, നല്ല ക്യാരക്ടർ ഇരുന്നെങ്കിൽ നീ ആക്ട് ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട அப்படின்னு പറഞ്ഞത്. ഫസ്റ്റ് ആക്ട് ചെയ്ത മൂവി തമിഴ് മൂവിയാണ്. തമിഴിൽ ചിന്നഞ്ചിறு ഉലകം ഹീറോയിൻ പണി ജെമിനി ഗണേശൻ പേരായിട്ട് അതിൽ അഭിനയിച്ചു. നല്ല ക്യാരക്ടർ, നല്ല എനിക്ക് റെസ്പോൺസ് കിട്ടി. പിന്നെ ബൈ സ്റ്റെപ്പ് തമിഴ് പടങ്ങൾ ഒത്തിരി ഞാൻ ചെയ്തു. എല്ലാ ഹീറോയിൻ കിട്ടത്തട്ട 25 മൂവീസ് ആക്ട് ചെയ്തിട്ടുണ്ട് തമിഴിൽ. ഡാൻസ് പ്രോഗ്രാം ചെയ്യുന്ന കാലത്തിൽ நிறைய ப்ரொடியூசர்ஸ் டைரக்டர்ஸ் அதை கண்டு എൻ്റെ ഡാൻസ് ക്ലാസിക്കൽ ഡാൻസ് എല്ലാം ரொம்ப സൂപ്പറായിട്ട് ഞാൻ ചെയ്യും ഡാൻസസ്. അപ്പോൾ ഡയറക്ടർ KS ഗോപാലകൃഷ്ണൻ, തമിഴ് KS ഗോപാലകൃഷ്ണൻ, അവർ എന്നെ വിളിച്ചിട്ട് KR വിജയ, ജെമിനി ഗണേശൻ ഇവരെല്ലാം മുന്നാടി എന്നെ കാണിച്ച് ഇവർ ഞങ്ങൾക്ക് ജോഡിക്ക് കറക്റ്റായിട്ട് ഉണ്ടോ அப்படின்னு ചോദിച്ചു. അപ്പോൾ ജെമിനി ഗണേശൻ അണ്ണ പറഞ്ഞു, നല്ല ഗുഡ് ലുക്കിംഗ്, യു ക്യാൻ ஃபிக்ஸு அப்படின்னு சொன்னார். அதுக்கப்புறம் எனக்கு டைரக்டர் வெளிய டெஸ்டெல்லாம் வச்சு പിന്നെ പെട്ടെന്ന് ഒരു സൈക്കിൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് ഓട്ടിക്കാട്ട് அப்படின்னு പറഞ്ഞു. പിന്നെ ഞാൻ നല്ലതായിട്ട് 2 കൈയ്യ് വിട്ട് സൈക്കിളെല്ലാം ഓട്ടിക്കാട്ടി. വെരി ഗുഡ് ദെൻ യു എന്നോട് വാ, സ്വിമ്മിംഗ് പൂൾ പോകണം, സ്വിമ്മിങ് ചെയ്ത് കാട്ടണം നീ அப்படின்னு എന്നെ അയച്ചിന് പോയി സ്വിമ്മിംഗ് പൂളിലേക്ക് കൊണ്ടുപോയി വിട്ടു. ഞാൻ സ്വിമ്മിങ് ചെയ്ത് കാട്ടി. പിന്നെ വോയിസ് ടെസ്റ്റ്, മേക്കപ്പ് ടെസ്റ്റ് എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് അഭിനയിച്ചു കാട്ടിയതിനാൽ ഉടനെ പെട്ടെന്ന് എന്നെ ഹീറോയിനായിട്ട് ചെയ്ത്. ആ പടത്തിൽ എന്നെ എല്ലാവരും വലിയ ആർട്ടിസ്റ്റാണ്. നാഗേഷ് അണ്ണായിരുന്നു, ജെമിനി ഗണേഷ്, KR വിജയ, VKR. ഞാൻ VKRയുടെ ഡോട്ടറായിട്ട് അഭിനയിച്ചു. ഞാൻ ഓൺലി ന്യൂ ഫേസ് ആ പടത്തിൽ. അച്ഛനമ്മമാർ മലയാളികളായിരുന്നുവെങ്കിലും രാധിക ജനിച്ചതും വളർന്നതും ചെന്നൈയിലായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ സിനിമ രാധികയുടെ മോഹമായിരുന്നു. മികച്ച നർത്തകി എന്ന പേരുണ്ടായിരുന്നതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് പ്രവേശനം കിട്ടി. തമിഴ് ജനതയുടെ കാതൽ മന്നൻ ജെമിനി ഗണേശന്റെ നായികയായാണ് സിനിമയിലെ തുടക്കം. ഒരഭിനേത്രി എന്ന നിലയിൽ സിനിമയിലെ തുടക്കകാലത്ത് തന്നെ മുൻനിര നായകന്മാരോടൊപ്പം ജോഡി ചേരാനുള്ള ഭാഗ്യം രാധികയ്ക്കുണ്ടായി. ഒപ്പം അഭിനയിച്ച മറ്റ് ആർട്ടിസ്റ്റുകളുടെയും പ്രീതി നേടാനുമായി. നർത്തന മികവും സൗന്ദര്യവും മാത്രമല്ല, ഇവയ്ക്കൊപ്പം ചേർത്ത് വയ്ക്കാനാകുന്ന അഭിനയ പാടവവും രാധികയെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാക്കി. ചിന്നഞ്ചിறு உலகம் அப்புறத்துக்கு ഒത്തിരി മൂവീസ് വന്നു. എനിക്ക് நிறைய ഹീറോയിൻസ് ക്യാരക്ടർ. ഞാൻ യാർ தெரியுமா ചെയ്തു. അതിൽ ഒരു നല്ല ക്യാരക്ടർ ജയ്ശങ്കറോட. പിന്നെ ബുദ്ധിശാലികൾ ചെയ്തു, അതും ജയ്ശങ്കറോட. പിന്നെ വെകിളിപ്പെൺ മുത്തുരാമൻ അണ്ണനോட பண்ணு. அது ஆதிபராசக்தி சுருளிராஜனோட பண்ணோம். அது மாதிரி நல்ல கேரக்டர்ஸ் எல்லாம் எனக்கு வந்தோம். அப்புறம் சிவந்தமனில் ஸ்ரீதர் சார் என்னை விழிச்சிட்டு உனக்கு ஒரு நல்ல ஒரு சோலோ டான்ஸ் இருக்குது ராதிகா சிவந்தமனில், நீ டான்ஸ் பண்ணணும் அப்படின்னாரு. சார் நோ சார், ஐ எம் டூயிங் ஹீரோயின் நவ், ஹவு கேன் ஐ டூ தட் அப்படின்னா, ஐ கான் டூ சோலோ டான்ஸஸ். அப்போது டைரக்டர் പറഞ്ഞു, ശ്രീധർ രാധിക നീ നോക്ക്,
பின்ன உனக்கு நேமே சிவந்தமன் ராதிகான்னு தான் வரும். அவ்வளோ ஒரு அருமையான நடனம் இது. ஹிந்திலையும் இருக்குது, தமிழ்லையும் இருக்குது. நீ ரெண்டும் ஆக்ட் செய்யணும், டான்ஸ் செய்யணும் அப்படின்னு. சரி, டைரக்டர் ரொம்ப ரிக்வெஸ்ட் பண்ணுறாரு. சரி, ஐ கேவ் ரெஸ்பெக்ட் ஃபார் த டைரக்டர். தென் ஐ டிட் த டான்ஸ். சிவந்தமனில் பண்ணேன், ஹிந்திலையும் பண்ணினேன். தட் வெண்ட் வெரி சூப்பர் ஹிட், தட் சோலோ டான்ஸு. என் ஆடியன்ஸ் வந்து படம் காணும். ஒரு ஆடியன்ஸ் எனக்கு லெட்டர் எழுதி, நான் 30 தடவை சிவந்தமன் பார்த்தேன் உங்கள் டான்ஸுக்காக. அந்த படம் டான்ஸ் வர வரைக்கும் பார்ப்பேன், அப்புறம் படம் ஏஞ்சி போயிடுவேன். உங்கள் டான்ஸு அவ்வளோ ஹைலைட்டாக இருந்ததுன்னு டைரக்டர் சொன்னது போல் எனக்கு ஒரு சூப்பர் நேம் மூவியில் கிட்டியது. விட்ட குறையோ கை தொட்ட குறையோ. സിനിമയിൽ രാധികയ്ക്ക് ഭാഗ്യവേഷങ്ങൾ അനവധിയുണ്ടായെങ്കിലും ഭാഗ്യ സിനിമ എന്ന് പറയാവുന്ന ഒന്നായിരുന്നു ശിവന്തമൺ. ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് ഒരു നൃത്തരംഗമായിരുന്നു. വിസ്മയാവഹമായിരുന്നു നൃത്തരംഗത്തെ രാധികയുടെ പ്രകടനം. ആ ഒരൊറ്റ സിനിമയോടെ രാധിക നേടിയ പ്രശസ്തി വളരെ വലുതായിരുന്നു. ഒരേ ജനസിൽപ്പെട്ട വേഷങ്ങളിൽ തളച്ചിടപ്പെടാതിരിക്കാൻ രാധിക എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നായിക പരിവേഷം വിട്ട് വ്യത്യസ്ത സ്വഭാവമുള്ള കഥാപാത്രങ്ങളായും ഇവർ പ്രേക്ഷകർക്ക് മുന്നിലെത്തി. ഇമേജ് ആയിരുന്നില്ല ഈ അഭിനേത്രി നോക്കിയിരുന്നത്, വേറിട്ട വേഷങ്ങളായിരുന്നു.